അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യമായി തന്നെ ഓരോ കർഷക സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ മീറ്റിങ്ങിനെ ഉൾക്കൊള്ളുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് അത് തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി സന്നദ്ധത കാണിക്കുക എന്നൊരു റിക്വസ്റ്റ് ആണ് ആദ്യമായി തന്നെ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൽ വളരെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം നമ്മോട് കൂടെയുള്ള അതായത് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ 3-4 വർഷക്കാലമായി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ തോമസ് അബ്രഹാം സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ടു വാക്ക് സംസാരിക്കാതെ പോകാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇവിടെ ഉൾക്കൊള്ളുന്ന ഇവിടെ ഉള്ള ഓരോ വ്യക്തികളും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കേണ്ടിയിരിക്കുന്നു. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച മട്ടുപ്പാവ് കൃഷിയിലെ കേരളത്തിലെ മികച്ച കർഷകനാണ് അദ്ദേഹം. അതോടൊപ്പം നിരവധി സംഘടനകളിൽ നിന്നുള്ള അവാർഡുകളും മറ്റുമൊക്കെ കരസ്ഥമാക്കി കഴിഞ്ഞ 3 വർഷക്കാലമായി 4 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അദ്ദേഹം മട്ടുപ്പാവ് കൃഷിയിലേക്ക് ഉപയോഗിക്കുന്നത്. അദ്ദേഹം നമ്മളുമൊക്കെ ഒരു ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ ഉൽപ്പന്നങ്ങളുടെ റിസൾട്ടും ഓരോ ദിവസം വരുന്നതിന്റെ റിസൾട്ടും അത് കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം ആ ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഈൽഡ് നമുക്ക് എത്ര മഴക്കാലമാണെങ്കിൽ പോലും അത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങളൊക്കെ അദ്ദേഹം തന്നെ നമ്മളോട് വിശദീകരിക്കും. ഞാൻ ഇവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതയും അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ചും ഞാൻ നിങ്ങളോട് ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ നേരം സംവദിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ 3 ദിവസം എടുത്താലും തീരാത്തത്ര ടോപ്പിക് ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഇവിടെ അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതോടൊപ്പം തന്നെ മറ്റുള്ള നമ്മൾ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും എന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലെ വലിയ ഒരു തരംഗമായി കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നെറ്റ്സർഫിന്റെ ദ്രാവക രൂപത്തിലുള്ള നാനോ ബയോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പൂനെ ആസ്ഥാനമാക്കി കഴിഞ്ഞ 24 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ 860ലധികം ജില്ലകളിൽ 260ലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി ഇന്ന് 1 മില്യണിലധികം കർഷകർ ഉപയോഗിച്ച് സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% കോൺഫിഡൻസോടുകൂടി 100% നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ലഭിക്കും എന്നത് ഞാൻ ഇവിടെ ആദ്യമേ തന്നെ ഓരോ കർഷകരോടും പറയുകയാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ആദ്യമായി തന്നെ നമ്മൾ ഇന്ന് ലോകം മുഴുവൻ ടെക്നോളജിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ കണ്ണൂരിലെ ഞാനും തിരുവല്ലയിലെ തോമസ് സാറും അങ്ങ് പത്തനംതിട്ടയിലെ ജോസ് സാറും ഒക്കെ ഒരു കുടക്കീഴിൽ വരുവാനും ഇങ്ങനെ സംവദിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ടെക്നോളജിയുടെ ഫലമായിട്ടാണ്. ആ ടെക്നോളജി നമ്മൾ ഏത് മേഖലയിലേക്കും അപ്ലൈ ചെയ്യുമ്പോൾ ടെക്നോളജി ഉപയോഗിക്കുന്നവർ വളരുകയും ടെക്നോളജി ഉപയോഗിക്കാത്തവർ തളരുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അത് കൃഷിയിലേക്ക് കാർഷിക മേഖലയിലേക്കും നമ്മൾ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു 3 പിക്ചറിലൂടെ നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ഇത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുന്നേ ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഉപയോഗിച്ചിരുന്ന 3 ഉൽപ്പന്നങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് മാറാതിരുന്നത് കൊണ്ട്, കാലത്തിനനുസരിച്ച് ടെക്നോളജി അവർ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തന്നെ അവർ ഈ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായി പോവുകയാണ് ചെയ്തത്. അത്തരത്തിൽ നമ്മുടെ കാർഷിക മേഖലയിലെ ഒരു കർഷകനും അപ്രത്യക്ഷമാകുവാനോ വിളവ് ലഭിക്കുന്നില്ല എന്ന പരാതിയിലോ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന ഒരു നഗ്നമായ സത്യം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഓരോരുത്തരും ഈ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 100% നമുക്കിത് വിശ്വാസയോഗ്യമായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ല, മറിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ഞാൻ പറഞ്ഞു 24 വർഷം മുന്നേ ആരംഭിച്ച ഒരു കമ്പനി അജയ് ബയോടെക് എന്ന് പറയുന്ന 1990 ആരംഭിച്ച ഒരു കമ്പനിയുടെ അസോസിയേറ്റ് സ്ഥാപനമാണ്. നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത് ഓരോ ഉൽപ്പന്നങ്ങളും റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രമാണ് അത് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ മൈലാബ് എന്ന് പറയുന്ന ഏഷ്യയിൽ തന്നെ നമ്പർ 1 ലാബ്, അതുപോലെ തന്നെ ഡയറി ആൻഡ് ഫുഡിന് വേണ്ടിയുള്ള വൂഹു, വെർട്ടിക്കൽ ഗാർഡനിങ്ങിലെ ഗ്രിന്നി, നെറ്റ്സർഫ് ഡയറക്റ്റ് നമുക്ക് ഒരു പരസ്യങ്ങളും ഇല്ലാതെ തന്നെ ഡിസ്കൗണ്ട് നിരക്കിൽ കർഷകരിലേക്ക് ഇന്ന് പ്രൊഡക്റ്റ് എത്തിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ചാക്ക് പൊട്ടാഷ് മേടിക്കുന്ന 3600 രൂപ മുതൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഒരു ടിന്ന് ചാണകവളം ഒരു സസ്യത്തിന് ഇടണമെന്നുണ്ടെങ്കിൽ 70 രൂപയിൽ മുകളിൽ നമ്മൾ ചെലവഴിക്കണം. പ്ലസ് നമ്മുടെ ലേബർ കൂലിയും വേണം. ഇത് കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ചെയ്തു വരുന്നതിനൊപ്പം തന്നെ കർഷകർക്ക് ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. MRP റേറ്റിൽ കൊടുക്കേണ്ട, അത് വീടുകളിലേക്ക് എത്തിക്കാൻ ഒരു കൈ മതി എന്നുള്ളത് നമുക്ക്
വളരെ പ്രധാനപ്പെട്ടതാണ്. 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറയ്ക്കാം. 25% മുതൽ 50% വരെ നമ്മുടെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയായ നാനോ ബയോടെക്നോളജിയാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് മീഡിയാസ് എല്ലാം തന്നെ ഇന്ന് ഈ ഉൽപ്പന്നത്തെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഫോക്സ് മീഡിയ ആയിക്കോട്ടെ, ദ ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ദ ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മണി കൺട്രോൾ ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ ടൈംസ് ആയിക്കോട്ടെ, സക്കായി ആയിക്കോട്ടെ, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയവ ലീഡിംഗ് നെറ്റ്വർക്ക് എല്ലാം തന്നെ കർഷകരിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ വിവിധ നിറങ്ങളിലുള്ള ഈ കുപ്പികളിലൂടെ നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ പലർക്കും സംശയങ്ങൾ ഉണ്ടാവാം, പലർക്കും ആദി ഉണ്ടാകാം. ഇതെങ്ങനെ നമുക്ക് വളപ്രയോഗമായിട്ട് ഉപയോഗിക്കാം? നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന കൈകളിൽ മുറുകെ പിടിച്ച ഒരു കാര്യമുണ്ട്. ആ സാധനത്തെ മാറ്റാൻ വേണ്ടി നമ്മൾ തയ്യാറാവാതിരിക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും? ഇതിലൂടെ എങ്ങനെ വിളവ് നമുക്ക് ലഭിക്കും എന്ന ചോദ്യം ഓരോ കർഷകരിലേക്കും വരാം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കൈകളിൽ പിടിച്ചു കൊണ്ടുപോയി നമുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ കർഷകന് ഒരു കൃഷിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ വരികയും മറ്റ് വളപ്രയോഗങ്ങൾ ചെയ്യാതെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 40% വരെ ചെലവ് കുറച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പലപ്പോഴും എനിക്ക് യൂട്യൂബിലൊക്കെ ചാനലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും ആൾക്കാർ വിളിച്ചു ചോദിക്കാറുണ്ട്, ഇത് കോസ്റ്റ് കൂടുതലല്ലേ എന്ന് പറയുമ്പോൾ. ഞാൻ പ്രിയപ്പെട്ട കർഷകരോട് ഒരു ചോദ്യം മനസ്സിലേക്ക് ഇടുകയാണ്. നമ്മൾ കൃത്യമായി കണക്ക് വെക്കുന്ന എത്ര കർഷകർ നമ്മുടെ കൂടെയുണ്ട്? കൃത്യമായി കണക്കുകൾ എഴുതി വെക്കുകയും ചെലവും വരവും കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്നതിനെ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യുന്ന, വളപ്രയോഗത്തിന് ഇത്ര പൈസയായി, ഒരു തെങ്ങിൽ നിന്ന് ഇത്ര നമുക്ക് കിട്ടി, ഒരു അടക്ക മരത്തിൽ നിന്നും ഇത്ര നമുക്ക് കിട്ടി എന്ന് എഴുതി വെക്കുന്ന എത്ര കർഷകർ നമ്മുടെ കൂടെയുണ്ട്? ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഓരോ വിളകളിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. ആ പ്രോഫിറ്റ് വകമാറ്റി ചെലവഴിക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്നതിൽ നിന്നും കൃഷി മേഖലയിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന പരാതി നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ 1970 കാലഘട്ടങ്ങളിൽ രാസവളത്തിന്റെ അതിപ്രസരം മൂലം മണ്ണിന്റെ ഘടനയിൽ ഉണ്ടായിരുന്ന വ്യത്യാസം, ആ ഘടനയെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, ആ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, 3600 രൂപ തൊട്ട് പൊട്ടാഷ് മാത്രം നമ്മൾ വാങ്ങിക്കുമ്പോൾ, 70 രൂപ കൊടുത്ത് ചാണകവളം മാത്രം നമ്മൾ വാങ്ങിക്കുമ്പോൾ, 150-200 രൂപയും കൊടുത്ത് ഒരു ചാക്ക് കോഴിവളം നമ്മൾ വാങ്ങിക്കുമ്പോൾ, അതൊന്നുമില്ലാതെ എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന, എല്ലാം മണ്ണിന്റെ ഘടനയെയും സസ്യത്തിന്റെ ന്യൂട്രിയൻസിനെയും PGR ഒക്കെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെയാണ് നാം ഇന്നിവിടെ കാണുന്നത്. അതുപോലെ ഫംഗിസൈഡ്, അതുപോലെ കീടങ്ങൾക്ക് എല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇന്ന് കർഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. തമിഴ്നാട്ടിൽ 12 വർഷമായിട്ട് 14 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കർണാടകയിൽ 15 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ആന്ധ്രാപ്രദേശിൽ 18 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഒറ്റയടിക്ക് കടന്നു വന്നതല്ല, ചുവട് വെച്ച് വന്നതാണ്. ഓരോ സംസ്ഥാനത്തെ കാലാവസ്ഥയുടെയും അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെ അത് അവിടെ ഉപയോഗിച്ച് ഗുണങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് അത് കേരളത്തിലേക്കും ഇന്ന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാം. അതികഠിനമായ ചൂടിനെയും അതികഠിനമായ മഴയെയും അതികഠിനമായ ഫംഗസിനെയും അതികഠിനമായ കീടബാധയെയും ഒക്കെ നമുക്ക് തരണം ചെയ്തുകൊണ്ട് സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ വീണ്ടെടുത്തുകൊണ്ട് മുന്നേറുവാൻ വേണ്ടിയിട്ടുള്ള അതിസാങ്കേതികമായ ഉൽപ്പന്നങ്ങളെയാണ് നാം ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ഉൽപ്പന്നങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബയോഫിറ്റ് അഗ്രികെയർ പ്രോഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ ആണ്. ഗ്രൂപ്പ് R&D സെന്റർ ഫോർ റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്നു. അജയ് ബയോടെക് ആണ് പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. അപ്രൂവ്ഡ് ബൈ ഇക്കോസെറ്റ് ഇൻപുട്സ്. ലോകത്തിലെ തന്നെ 80-ലധികം രാഷ്ട്രങ്ങളുടെ ജൈവ കാർഷിക സംഘടനയുടെ സർട്ടിഫിക്കേഷൻ ആണ് ഇക്കോസെറ്റ് എന്ന് പറയുന്നത്. ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ലാസ്റ്റത്തെ പോയിന്റ്, 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. മനുഷ്യനോ മണ്ണിനോ ജീവജാലങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഇല്ലാതെ നമുക്ക് നല്ലൊരു ജൈവ കാർഷിക മേഖലയെ അടുത്തുയർത്താൻ വേണ്ടി സാധിക്കുന്നു. അതിനൊക്കെയുള്ള തെളിവുകൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നു. മണ്ണിരകളെ നമ്മുടെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, നമ്മുടെ വളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. അത്തരത്തിലൊക്കെ വരുന്ന അതിനൂതനമായ നമ്മുടെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന് ലോകത്തിലെ, ഈ കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ ലോകത്തിലെ നമ്പർ 1 കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ തോമസ് അബ്രഹാം സാർ ഇസ്രായേലിൽ പോയിട്ട് വന്ന ഒരു വ്യക്തിയാകുമ്പോൾ തീർച്ചയായിട്ടും കാനഡയിലായിരുന്നു സാർ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഗ്യാരണ്ടിയോട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. മണ്ണിനോ ജീവജാലങ്ങൾക്കോ ഒരു പ്രോബ്ലംസും വരുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ബാബ സുരേഷിന് 2023 ഒരു പാമ്പ് കടി ഏറ്റിട്ടുണ്ടായിരുന്നു. ആ പാമ്പ് കടി ഏറ്റപ്പോ
ആ പാമ്പിന്റെ ആ കടിയേൽക്കുന്ന വീഡിയോ ഇന്ന് വൈറലായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ ചാക്കിലേക്ക് പാമ്പിനെ കയറ്റുവാൻ വേണ്ടി 3ഓ 4ഓ തവണ വാവാ സുരേഷ് അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ പാമ്പ് തിരിഞ്ഞു വന്ന് കൊത്തുകയാണ് ഉണ്ടായത്. പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയിരുന്നത് ആ ചാക്ക് പൊട്ടാഷിന്റെ അംശം ഉണ്ടായതായിരുന്നു, അത് രാസവളത്തിന്റെ അംശം ഉണ്ടായതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലേക്ക് കയറുവാൻ വേണ്ടി വിസമ്മതിച്ചു. മണ്ണിനും ജീവജാലങ്ങൾക്കും കർഷകന്റെ മിത്രമായ മണ്ണിരകൾക്കും ചെറുപ്രാണികൾക്കും ചെറു തവളകൾക്ക് പോലും വലിയ ഒരു ഒരു പ്രോബ്ലംസ്, ഒരു പ്രശ്നബാധിതമായിട്ട് നമ്മുടെ രാസവളങ്ങൾ മാറുന്നു. ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് രാസവളങ്ങൾ ഉപയോഗിക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. കൃത്രിമമായി നമ്മൾ ശ്വാസം കൊടുക്കുകയാണ്. കൃത്രിമമായി നമ്മൾ ശ്വാസം കൊടുക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ ആ ശ്വാസം നിലയ്ക്കും, ആ മണ്ണ് മരിക്കും. മനുഷ്യൻ മരിച്ചാൽ മണ്ണിലേക്ക്, മണ്ണ് മരിച്ചാൽ എങ്ങോട്ട് എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ മണ്ണിരകൾ ഉണ്ടാകുന്നു, ന്യൂട്രിയൻസ് ഉണ്ടാകുന്നു, മഞ്ഞളിപ്പിൽ നിന്ന് പരിഹാരം ഉണ്ടാകുന്നു, കൂമ്പുകൂറുകളിൽ നിന്നും പരിഹാരം ഉണ്ടാകുന്നു, കൂടുതൽ വിളവിലേക്ക് എത്തുന്നു. പഴയ 30 വർഷം മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ മണ്ണിന്റെ വിളവിനെ, വളക്കൂറിനെ തിരിച്ചെടുത്ത് കൂടുതൽ ഈൽഡ് നമുക്ക് തരുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതൊക്കെ തരത്തിലാണ് ഫുഡ് സ്വീകരിക്കുന്നത് നമുക്കറിയാം. ലൈറ്റ് എനർജി, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, വാട്ടർ, മിനറൽസ് തുടങ്ങിയവയൊക്കെയാണ്. ഞാനിപ്പോ സസ്യങ്ങളെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ പോലെ തന്നെ ആ സസ്യങ്ങളെ നമ്മൾ കാണും. ഒരു മൃഗങ്ങളെ നമ്മൾ പരിപാലിക്കുന്നുണ്ടെങ്കിൽ ഓരോ സസ്യത്തെയും ഒരു മനുഷ്യനെ പോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കൃത്യമായ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടിലേക്ക്, നമുക്ക് അതിന്റെ ഗ്രോത്തിലേക്ക്, അതിന്റെ ആരോഗ്യത്തിലേക്ക് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഉദാഹരണം പറയുക, നമ്മൾ വീട്ടിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു തെങ്ങ്, വീടിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ചെടി, വീടിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു കവുങ്ങ്, ജാതി, ഏത് സസ്യവും ആയിക്കോട്ടെ, ആ സസ്യത്തിന് കൂടുതലായിട്ടുള്ള എനർജി ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് പോലും, നമ്മുടെ വീടിനുള്ളിൽ നമ്മൾ സംസാരിക്കുന്നത് പോലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അതിലൂടെ അതിന് കൂടുതലായിട്ടുള്ള ഒരു ഇന്ററാക്ടിങ് നടക്കുന്നു. ഒരുപക്ഷെ നമ്മൾ അതിനോട് സംസാരിക്കുന്നുണ്ടാവില്ല, അത് നമ്മളോട് സംസാരിക്കുന്നുണ്ടാവില്ല. പക്ഷെ ആ സസ്യങ്ങളോട് നമ്മൾ സംസാരിക്കുന്നത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ സസ്യങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് കൃത്യമായിട്ടുള്ള അളവിൽ സാധനങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന്റെ വിളവുകൾ നമുക്ക് ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ബയോസ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെ അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ സസ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നുണ്ട്, ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി വരുന്നുണ്ട്, പെസ്റ്റിന്റെ, ഇൻസെക്ടിന്റെ അറ്റാക്ക് വരുന്നുണ്ട്, ഡിസീസസ് വരുന്നുണ്ട്, ഓവർ ഡോസസ് ഉള്ള വളങ്ങളുടെയൊക്കെ വരുന്നുണ്ട്, വൈറസിന്റെ, ഫംഗലിന്റെ ഒക്കെ രോഗങ്ങൾ വരുന്നുണ്ട്. അവയൊക്കെ പിടിച്ചു നിർത്താനുള്ള ഒരു കുടക്കീഴിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നട്സർപ്പിന്റെ ഉൽപ്പന്നങ്ങൾ. നമുക്ക് നോക്കാം. എല്ലാവരും കാർഷിക മേഖലയിലുള്ളവരാണ്. കാർഷിക മേഖലയിൽ ഓരോ വ്യക്തികൾക്കും അറിയാം ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് 3 ഘടകങ്ങളാണ് എന്ന് ഞാൻ പറയും. കാരണം ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മൂലകങ്ങളാണ്, രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗങ്ങളാണ്, മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആണ്. അതിൽ ഒന്നാമത്തെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഘടകങ്ങളാണ് പ്ലാന്റ് ന്യൂട്രിയൻസ് അഥവാ മൂലകങ്ങൾ എന്ന് പറയുന്നത്. മൂലകങ്ങളെ നമ്മൾ 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ പ്രധാന മൂലകങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്, 3 ഉൽപ്പന്നമാണ് NPK. ഒരുപക്ഷെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാകും യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറയുന്നത്, NPK എന്ന് പറയുന്നത്. തികച്ചും ദ്രാവക രൂപത്തിലുള്ള നമ്മുടെ വളങ്ങളായതുകൊണ്ട് തന്നെ ചാക്ക് കണക്കിനുള്ള വളപ്രയോഗം നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യകതയില്ല. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും, ഏത് വ്യക്തികൾക്ക് വേണമെങ്കിലും പോയി നമ്മുടെ തോട്ടത്തിലേക്ക് വളങ്ങൾ ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. കൈകളിൽ പിടിച്ചുകൊണ്ട് പോകാം. അതിലുപരി ഇന്ന് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങൾ പൂർണ്ണമായിട്ടും മണ്ണിൽ തന്നെയും അന്തരീക്ഷത്തിൽ തന്നെയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സസ്യത്തിന് അദ്ദേഹത്തിന് ആവശ്യമായ രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ബാക്ടീരിയകൾ ഇന്ന് മണ്ണിലില്ല. ആ ബാക്ടീരിയകളെയാണ് നമ്മൾ മണ്ണിലൂടെ അപ്ലൈ ചെയ്യുകയും അതിലൂടെ ആ ബാക്ടീരിയയിലൂടെ മൂലകങ്ങൾക്ക് അനുസൃതമായി ലഭിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. NPK എന്ന് പറയുന്ന അസിറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയ, പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ, ഫോസ്ഫറസ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഒരു നാനോ ടെക്നോളജിയിലൂടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ്.
നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണ് എന്നുള്ളത് യാതൊരു സംശയവും മാർഗവുമില്ല. ആ നൈട്രജനെ സസ്യങ്ങൾക്ക് നൈട്രേറ്റ് ആക്കി മാറ്റി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകളുടെ അഭാവം ഇന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ആ ബാക്ടീരിയകളെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നാച്ചുറലായി ഒരു കൃത്രിമത്വവും ഇല്ലാതെ നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയകളെ നൈട്രേറ്റ് ആക്കി മാറ്റി സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത, ഒരു പ്രവർത്തനം അവിടെ സാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിന്റെ ഘടനയിലും വ്യത്യാസം വരുന്നു. അതാണ് നമ്മുടെ യൂറിയ മഷൂറിപ്പെട്ട NPK എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒന്നാമത്തെ മൂലകങ്ങളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു വളപ്രയോഗമാണ്. മൂലകങ്ങൾ മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ വളങ്ങൾ കൊടുക്കാറുണ്ട്. പലതരത്തിലുള്ള വളങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ചാണകവളമായിക്കോട്ടെ, കോഴിവളമായിക്കോട്ടെ, ജൈവവളമായിക്കോട്ടെ, രാസവളമായിക്കോട്ടെ തുടങ്ങി നമ്മൾക്ക് ഇന്ന് കിട്ടുന്ന രീതിയിലുള്ള എല്ലാം ഓരോ വർഷവും നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും കർഷകരോട്, നമ്മുടെ പ്രിയപ്പെട്ട ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കർഷക മിത്രങ്ങളോട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 4 വർഷക്കാലമായി, കഴിഞ്ഞ 12 വർഷക്കാലമായി, കഴിഞ്ഞ 24 വർഷക്കാലമായി ഒരേ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കർഷകനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ പറയുന്ന രീതിയിൽ, പറയുന്ന സമയത്ത്, പറയുന്ന കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ ഫലമായിട്ടാണ്. 2021 ഏപ്രിൽ മാസം അരക്കപ്പറമ്പിൽ ബേബിച്ചേട്ടൻ എന്ന് പറയുന്ന കണ്ണൂർ ആലക്കോട് ഉദയഗിരിയിലെ ഒരു വ്യക്തിക്ക് ഈ വളപ്രയോഗം ഞാൻ കൊടുത്തപ്പോൾ 2024 മെയ് മാസവും അദ്ദേഹം ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 40 തെങ്ങിൽ നിന്നും 800 തേങ്ങയിൽ നിന്ന് 1350 തേങ്ങയിലേക്ക് അദ്ദേഹത്തിന് ഈൽഡ് മാറ്റുവാൻ വേണ്ടി സാധിച്ചത്. 100 റബ്ബർ മരത്തിൽ നിന്നും 8 ഷീറ്റിൽ നിന്നും 17 ഷീറ്റിലേക്ക് അദ്ദേഹത്തിന് സീസണിൽ ഇന്ന് ഇതുവരെ ലഭിക്കാത്ത ഒരു വിളവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഉൽപ്പന്നങ്ങൾ കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ, നമ്മൾ പറയുന്ന രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ന് എനിക്ക് ആണയിട്ട് ഇവിടെ പറയാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മുടെ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. അടുത്തത് നമ്മൾ വളപ്രയോഗത്തിന് പറഞ്ഞതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് 5 ടണ്ണ് കാലിവെള്ളത്തിന് അനുസൃതമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. എന്താണ് 5 ടണ്ണ് കാലിവെള്ളം എന്ന് പറയുമ്പോൾ? 50 കിലോയുടെ 100 ചാക്ക് കാലിവെള്ളം നമ്മുടെ തോട്ടത്തിൽ എത്തിക്കാൻ എത്ര എമൗണ്ട്, എത്ര ലേബർ കോസ്റ്റ് നമുക്കാവും, എത്ര ട്രാവലിംഗ് കോസ്റ്റ് ആവും? അതൊന്നുമില്ലാതെ ഒരു കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള നൂതന ആശയം 5 ടണ്ണ് കാലിവെള്ളത്തിന് അനുസൃതമായ മൂലകങ്ങളുടെയും ബാക്ടീരിയകളുടെ മിശ്രിതം, ബാക്കി വരുന്ന 11 സൂക്ഷ്മ മൂലകങ്ങളുടെ മിശ്രിതം, ബോറോൺ ആയിക്കോട്ടെ, മാംഗനീസ് ആയിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, മോളിബ്ഡിനം ആയിക്കോട്ടെ, മാഗ്നീഷ്യം ആയിക്കോട്ടെ, മാംഗനീസ് ആയിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, ഇവയൊക്കെ ഒരു കുടക്കീഴിൽ എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതിന്റെ ബോട്ടിൽ കറുത്തതാണ്. ആ കറുത്ത ബോട്ടിൽ അനുസൃതമായിട്ട് നമുക്ക് പറയാൻ പറ്റും മണ്ണിന്റെ വളക്കൂറിനെ മാറ്റുന്ന, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്ന, മണ്ണിനെ വളക്കൂറുള്ളതാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം ഉപയോഗിക്കുമ്പോൾ ലാസ്റ്റത്തെ പോയിന്റ് മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം. മനുഷ്യർക്കുള്ളതുപോലെ സസ്യങ്ങൾക്കും ഒരു പ്രതിരോധ ശേഷിയുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള. ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാനുള്ള ഒരു ഉൽപ്പന്നമായിട്ട് നമുക്ക് ക്ഷേത്രത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മരച്ചീനി, കപ്പ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ കപ്പയെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കപ്പ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ കപ്പ ഒരു കയ്പ് രസം ഉൽപ്പാദിപ്പിക്കും. ആ കയ്പ് രസം ഉൽപ്പാദിപ്പിക്കുന്ന കപ്പയുടേത് ഒരു പ്രതിരോധമാണ്. ആ മറ്റ് ശത്രുക്കളിൽ നേടാനുള്ള ഒരു പ്രതിരോധ ശേഷിയാണ്. ആ പ്രതിരോധ ശേഷിയെ ഇപ്പൊ ചക്കയ്ക്ക് നോക്കുവാണെങ്കിൽ വെളിഞ്ഞറുണ്ട് അല്ലെ? വെളിഞ്ഞർ നമുക്ക് പറയാൻ പറ്റും, വെളിഞ്ഞറുണ്ട്. അങ്ങോട്ടുള്ള ഭാഷകൾ എന്താണെന്ന് എനിക്കറിയാം. നമ്മളിവിടെ പറയും വെളിഞ്ഞർ എന്നാണ്. പശ പോലെ കൈകളിൽ ഒട്ടിപ്പിടിക്കുക. അതിന്റെ ഒരു പ്രതിരോധമാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിരോധ ശേഷി സസ്യങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ, ആ പ്രതിരോധ ശേഷിയെ സസ്യങ്ങളുടെ മഞ്ഞളിപ്പുണ്ടാകുന്ന സസ്യത്തെ പച്ചപ്പിലേക്ക് എത്തിക്കുവാൻ, കൂമ്പ് കൂറുന്ന സസ്യത്തെ കൂമ്പ് കൂറുകയിൽ നിന്ന് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മുടേത്. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ഡിഫൻസ് സിസ്റ്റത്തെ മാറ്റം വരുത്തി മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്തുവാൻ വേണ്ടി ക്ഷേത്രത്തിലൂടെ സാധിക്കുന്നു. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് NPK കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. അടുത്ത മൂന്നാമത്തെ ഘടകം, നമ്മൾ ആദ്യത്തെ ഘടകത്തെ കുറിച്ച് പറഞ്ഞു മൂലകങ്ങൾ, രണ്ടാമത്തെ ഘടകത്തെ കുറിച്ച് പറഞ്ഞു വളപ്രയോഗം, സൂക്ഷ്മ മൂലകങ്ങൾ. മൂന്നാമത്തെ ഘടകം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് PGR. PGR എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി. മണ്ണിന്റെ ഒരു സസ്യത്തിന്റെ അദ്ദേഹത്തിന്റെ റൂട്ട് മുതൽ
അദ്ദേഹത്തിന്റെ വേര് മുതൽ ഫ്രൂട്ട് വരെ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പൾവിക്, ഹ്യൂമിക് പ്ലസ് CVD എക്സ്ട്രാക്റ്റിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ് കടൽപ്പായലിന്റെ മിശ്രിതം, ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ട്. ആ കടൽപ്പായലിന്റെ മിശ്രിതത്തിലൂടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉണ്ട് റിച്ച്, സ്റ്റിം റിച്ച്. ഒരു സസ്യത്തിന്റെ അതിന്റെ ഘടനയെ റിച്ച് ആക്കുവാൻ, സമ്പദ്വൽക്കരിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ വേര് മുതൽ, സസ്യത്തിന് 2 വേരുകളാണുള്ളത്, കറുത്ത വേര്, വെളുത്ത വേര്. ഈ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സസ്യത്തിന്റെ മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സ്റ്റിം റിച്ചിലൂടെ സാധിക്കുന്നു. സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ സൈസിനെ, അതിന്റെ കാഠിന്യത്തെ നിലനിർത്തുവാൻ വേണ്ടി സാധിക്കുന്നു. ഇലകളുടെ പച്ചപ്പിനെ നിലനിർത്തുന്നു. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടത്തിക്കൊണ്ട് അതിന്റെ പച്ചപ്പിനെ നിലനിർത്തുന്നു. പ്ലസ് ഫ്രൂട്ടിന്റെ, കായയുടെ സൈസ് ഒരേപോലെയാക്കി, ഒരേ സമയത്ത് കായ്ച്ച്, ഒരേ സമയത്ത് പുഷ്പിച്ച്, ഒരേ സമയത്ത് വിളവെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരേ ക്വാളിറ്റിയുള്ള, ഫസ്റ്റ് ക്വാളിറ്റിയുള്ള കായാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്ന മറ്റൊരു ഉൽപ്പന്നം. ഇത്രയും ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇത് വരുന്ന ഉപയോഗിച്ച സ്റ്റിം റിച്ച് ഉപയോഗിച്ചതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ വലതുഭാഗത്ത് 90 മുതൽ 92% വരെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞത് ഈ വലതുഭാഗത്തും ഉപയോഗിക്കാത്ത ഇടതുഭാഗത്തുമാണ്. ജെർമിനേഷൻ മുതൽ, വിത്ത് സംസ്കരണം മുതൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. പ്ലസ് നമ്മുടെ വേരിന്റെയും ലീഫ് സ്റ്റേജിന്റെയും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതും തമ്മിലുള്ളത്. അതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജ്, വെജിറ്റേറ്റീവ് ഗ്രോത്ത്, ഫ്ലവറിംഗ് സ്റ്റേജ്, കായയുടെ സൈസ്, കായയുടെ ക്വാളിറ്റി എന്നിവ ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നു. മറ്റവ ഉപയോഗിക്കുമ്പോൾ ആവറേജ് ക്വാളിറ്റി പ്ലസ് നമുക്ക് ഈൽഡ് കുറവായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഇത് മണ്ണിരകൾ വരുന്നു, കാരണം ഷേത്ത് ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യുന്നു, മണ്ണിരകൾ വരുന്നു. അതുപോലെ തന്നെ മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങൾ മാറുന്നു, വളക്കൂറുള്ളതാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞ കർഷകർക്ക് വന്ന റിസൾട്ട് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. ಎಷ್ಟು ಉದ್ದ ಐತೆ ಬಿಡ್ರಿ, ಹಿಡಿಬೇಡ್ರಿ. ഇത് മണ്ണിരകളിൽ വന്ന ഒരു റിസൾട്ട് ആണ്. 2021 മുതൽ 2024 വരെ കാസർഗോഡ് ജില്ലയിലെ ചുള്ളിക്കരയിലെ ബെന്നി സാർ നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് കാഴ്ച കിടക്കുന്നത് 2023 27 മാസം പ്രായമായ കവുങ്ങ് കാഴ്ച കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇത് ആലക്കോട്, കണ്ണൂർ ജില്ലയിലെ ആലക്കോട് മണക്കടവിൽ രാസവളം മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്ത് കിട്ടിയ മണ്ണിരകളുടെ മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷിന്റെ കൂടെയുള്ളത്. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകള് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാണുന്നു എന്നുള്ളത്. പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം. ഇന്ന് തോമസ് സാറൊക്കെ നമ്മുടെ കൂടുതൽ സംവദിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കുമ്മായം ഉപയോഗിക്കുന്ന ഓരോ കർഷകരും വളരെ ഇമ്പോർട്ടന്റ് ആയി കാണേണ്ട ഒരു വീഡിയോ ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ, ഈ 4 പാത്രങ്ങളിലും മണ്ണിരകളെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുമ്മായത്തിലും ഡോളോമേറ്റിലും രണ്ടിലും മണ്ണിര മരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. വിത്തിൻ അവേഴ്സിനുള്ളിൽ തന്നെ, ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് മരിച്ചു പോകുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷേ പച്ച കക്കപ്പൊടിയിലും നമ്മുടെ ഉൽപ്പന്നങ്ങളിലും മണ്ണിരകളെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ മണ്ണിരകൾക്ക് ഒരു കേടുപാടും സംഭവിച്ചില്ല. അത് മണ്ണിന്റെ ആഴങ്ങളിലേക്ക് പോവുകയും അത് സഞ്ചരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് പെടഞ്ഞ് ഇവിടെ മരിച്ചു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് കുമ്മായം പോലും ഇടാതെ തന്നെ ഒരു നല്ലൊരു ജൈവ കാർഷിക മേഖല. കുമ്മായം എന്ന് പറയുന്നത് നമുക്കറിയാം കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ്. ആ കെമിക്കൽ പദാർത്ഥം ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെ തന്നെ നമ്മുടെ മണ്ണിരകളിലൊക്കെ മോശം ഫലമാണ് മണ്ണിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളകിൽ ഉണ്ടായിരുന്ന ഒരു റിസൾട്ടാണിത്. മഞ്ഞളിപ്പിൽ വന്ന ഒരു മാറ്റമാണ് ഇതിൽ കാണുന്നത്. ഇത് നമ്മുടെ ഇന്റീരിയർ ഗാർഡനൊക്കെ ഇന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ പോലും നമുക്ക് ഉപയോഗിക്കാം എന്നത് ഉപയോഗിച്ച് കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയപ്പോൾ ഒരു ഒരു വീട്ടമ്മ അയച്ചു തന്നൊരു ഫോട്ടോ ആണത്. അതുപോലെ നെല്ലിന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ടാണിത്. ഇത് പച്ചക്കറിയിൽ വന്ന റിസൾട്ടാണ്. കവുങ്ങിന് കിട്ടിയ റിസൾട്ട്, നെൽപ്പാടത്തിൽ ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തത്, നെൽകൃഷിക്കാരുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണേണ്ടതാണ്. അതുകൊണ്ട് ഈ സമയം നട്ട 2 കണ്ടത്തിലെ നെൽവയലാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ സ്റ്റിം റിച്ചും അതുപോലെ തന്നെ NPKയും അതുപോലെ തന്നെ ഷേത്തും ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട്, ഇത് ഉപയോഗിക്കാതെ രാസവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വന്ന ഒരു കണ്ടത്തിലെ റിസൾട്ട്.
നെൽവയലിൽ പോലും വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ടുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു വളപ്രയോഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ജൈവ ജീവാണു വളമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ്, സ്പ്രേയറോ, ബക്കറ്റോ, പാട്ടയോ ഒന്നും നമ്മൾ മഗ്ഗോ ഒന്നും എടുക്കാൻ വേണ്ടി പാടില്ല. കെമിക്കൽ മീൻസ് സോപ്പ് പൊടിയോ പോലും ഉപയോഗിച്ചതൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല. മറിച്ച് നമുക്ക് പിന്നെ മഞ്ഞള്, ഉപ്പ്, അതുപോലെ തന്നെ പുളി, വാളംപുളി എന്നിവ ഇട്ട് കഴുകി ഉണക്കിയതാണെങ്കിൽ, കെമിക്കൽ ഉപയോഗിച്ച പാത്രങ്ങളാണെങ്കിൽ അത് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ള ഒരു സംഭവം നമ്മൾ നോക്കി ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജൈവ ജീവാണു വളമായി തന്നെ രാസവളമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് മരണപ്പെട്ടു പോകാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്പ്രെഡർ, ഗമ്മറായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ബയോ-90 എന്ന് പറയുന്ന സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള സർഫേസ് ആക്റ്റീവ് സ്പ്രെഡറും അതുപോലെ തന്നെ ഗമ്മറുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് സ്പ്രേ ചെയ്യുമ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ ഇൻടാക്ട് എന്ന് പറയുന്നത്. കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഇൻടാക്ട് എന്ന് പറയുന്നത്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കെമിക്കൽ മുക്തമാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്. ഇത് ഒരു കീടങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ളത്. ആ കീടങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു പശ പോലെ പ്രവർത്തിച്ച് ആ കീടങ്ങളുടെ വായ തമ്മിൽ ഒട്ടിപ്പിടിച്ച് പാരാലിസിസ് ആയി മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പേം പോലും മരിച്ചു പോകുന്നു. പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് വാവിന്റെ പിറ്റേ ദിവസം ആണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. ഏത് കീടനാശിനിയാണെങ്കിലും അത് ആ സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സമയത്താണ് അത് ഇലകളിലേക്ക് കയറി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിലൂടെ 10,000 ppm ഉള്ള വേപ്പെണ്ണയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് കണ്ണിൽ കാണുന്ന ഈ ഇത്തരത്തിലുള്ള പാറ്റകളെയും പുഴുക്കളെയും ഒക്കെ നമുക്ക് മാറ്റുവാനും അതുപോലെ നല്ല ഒരു ആരോഗ്യകരമായ ഒരു ചെടിയെ വളർത്തിയെടുക്കുവാനും സസ്യത്തെ വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇത് ഫംഗിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് നാനോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഒരു സസ്യത്തിന്റെ ഒരു ആവരണമായി പ്രവർത്തിക്കുന്നു. എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പ്രിവെന്റീവ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അസുഖം വരുന്നതിന് മുന്നേ ഉപയോഗിക്കുക. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് അടിച്ചു കഴിഞ്ഞാലും അത് പിടിച്ചു നിർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസുഖം വരുന്നതിന് മുന്നേ കൃത്യമായിട്ട് അടമഴ വരുന്നതിന് മുന്നേ നമുക്ക് ഉപയോഗിക്കാം. ഏലത്തിനൊക്കെ കിട്ടിയ വളരെ മികച്ച റിസൾട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇടുക്കിക്കാരുണ്ടെങ്കിൽ അവർക്ക് വളരെ ഗുണപ്രദമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് 5 ml ആണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഫോളിയർ സ്പ്രേയും അതുപോലെ തന്നെ സോയിൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. മഞ്ഞളിപ്പ് പോലുള്ള വളരെ ഭീകരമായിട്ടുള്ള ഇന്ന് കാർഷിക മേഖല അനുഭവിക്കുന്ന സസ്യത്തിനുള്ള ഒരു പ്രതിരോധ ശേഷിയായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്ന നമ്മുടെ വീട് മാനേജിന് വേണ്ടി കളനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതാണ് CFC, നമ്മുടെ പശുക്കൾക്കും പക്ഷി മൃഗാദികൾക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന 36ലധികം വരുന്ന വിറ്റമിൻസിന്റെയും പ്രോട്ടീൻസിന്റെയും എൻസൈംസ്, ഹെർബ്സ്, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, മിനറൽസ് ആൻഡ് ട്രേസ് എലമെന്റ്സിന്റെയും ന്യൂട്രിയൻസിന്റെയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. പശുവിനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 10 മുതൽ 15% പാല് വർദ്ധിക്കുന്നു. നമ്മുടെ ഹോർമോൺ സംബന്ധമായ പ്രോബ്ലംസിനെ ഇല്ലാണ്ടാക്കുന്നു. ചെന പിടിക്കുവാൻ വേണ്ടി പശുവിന് ചെന പിടിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട റീഡിങ്ങിന് മാറ്റം വരുന്നു, ഫാറ്റിൽ മാറ്റം വരുന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഉപയോഗിക്കേണ്ട രീതി വളർച്ചയുള്ള പശുക്കൾക്കാണ് 10 മുതൽ 15 ഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ മീനിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വെള്ളം ക്ലിയർ ചെയ്യാനുള്ള അക്വാ ക്ലിയർ. മണ്ണിന്റെ pH ലെവൽ പോലെ തന്നെ വെള്ളത്തിന്റെ pH ലെവൽ കൺട്രോളിൽ അക്വാ കൾച്ചർ, അതുപോലെ തന്നെ മീനുകളുടെ ഫീഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അക്വാ ഫീഡ് തുടങ്ങിയ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ. ഇത്രയും ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ജൈവ കാർഷിക മേഖലയിൽ വലിയ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളോട് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇത് കേൾക്കുന്ന കർഷകരോട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത് ഉപയോഗിക്കുക. ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നീന്തൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഡ്രൈവിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാറിന്റെ മുൻ സീറ്റിലേക്ക് ഇരിക്കണം, ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ 10 ഏക്കറോ 20 ഏക്കറോ 5 ഏക്കറോ 1 ഏക്കറോ ആയിക്കോട്ടെ, ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ, കാർഷിക മേഖലയിലെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നല്ലൊരു നാളേക്കായി, ജൈവ കാർഷിക മേഖലയ്ക്കായി, നമ്മുടെ വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. ജൈവ കാർഷിക മേഖലയിലേക്ക് കൈകോർക്കാം. വർദ്ധിച്ചു വരുന്ന അസുഖങ്ങളിൽ നിന്ന് മുക്തത നേടുവാൻ നമുക്കൊരു ജൈവ കാർഷിക മേഖലയെ നമുക്ക് കൈപിടിച്ചുയർത്താം. നെറ്റ്സർഫ് എന്ന് പറയുന്ന ബയോഫിറ്റിന്റെ ഈ ദ്രാവക രൂപത്തിലുള്ള നാനോ ബയോടെക്നോളജി വളങ്ങളിലൂടെ
ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ വരുമാനത്തിലേക്ക് എത്തിക്കാൻ ഓരോ കർഷകനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകയെ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഇനി നമ്മളോട് സംവദിക്കുന്നത് പ്രിയപ്പെട്ട തോമസ് സാറാണ്. ഞാൻ എന്റെ ആദ്യത്തെ ആമുഖത്തിൽ തന്നെ പറഞ്ഞായിരുന്നു തോമസ് സാറിനെ കുറിച്ച്. മികച്ച കർഷകനുള്ള മട്ടുപ്പാവ് കൃഷിയിലെ മികച്ച പച്ചക്കറി കൃഷിക്കാരനുള്ള 2018-19 സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ മികച്ച കർഷകരിൽ ഒരാളായ പ്രിയപ്പെട്ട തോമസ് സാർ നമ്മോട് കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലുമൊക്കെ അദ്ദേഹത്തിന്റെ മട്ടുപ്പാവ് കൃഷിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃഷി രീതികളെ കുറിച്ചും യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അദ്ദേഹം നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തെ പോലുള്ള മഹത് വ്യക്തികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം, ഏറെ നന്ദിയോടെ. കാരണം അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ ഈ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് കർഷകരിലേക്ക് എത്തിക്കുക. കാരണം എനിക്ക് മാത്രമല്ല, മറിച്ച് എന്റെ കൂടെയുള്ള 10 കർഷകർക്കെങ്കിലും അതിന്റെ ഗുണങ്ങൾ ലഭിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ വന്നതിനുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് തോമസ് അബ്രഹാം സാർ ഫ്രം തിരുവല്ല. ഓവർ ടു യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. കേൾക്കാവോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. സാറേ, ഞാൻ ഇന്ന് വളരെയധികം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ ഞങ്ങളുടെ ഒരു പ്രവാസി കൂട്ടായ്മയുടെ കോർഡിനേറ്റർ ആയ കാരണം അതിന് പോയിട്ട് വന്നു കയറുകയേ ഉള്ളായിരുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാം തോമസ് സാർ എപ്പോഴും തിരക്കിലാണ്. കാരണം ഞാൻ പലതവണ നമ്മുടെ മീറ്റിംഗിലേക്ക് വിളിച്ചപ്പോൾ പലതരത്തിലുള്ള തിരക്കുകളിൽ അനുഭവിക്കുന്നത്. രാവിലെ മുതൽ കൃഷിയാണ്, അത് കഴിഞ്ഞ് കുറെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. വളരെ നന്ദി സാർ, ഈ ഒരു സമയമെങ്കിലും നമുക്ക് തന്നതിന് വളരെയധികം നന്ദി. 8:00 ഞാൻ പോയതാ, വീട്ടിൽ നിന്ന് പോയതാ. വൈകിട്ട് വന്ന് 6 മണിക്ക് 6:30 ആയി. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോഴത്തേക്ക് വീണ്ടും സമയം പോയി. വീണ്ടും പെട്ടെന്ന് ഞാൻ കയറുകയായിരുന്നു. ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഞാൻ മീറ്റിങ്ങിന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അത് മുടക്കത്തെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കയറുകയാണ്. എന്നെ ആദ്യമേ ഒന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം. ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം സാർ, പറഞ്ഞോളൂ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ വെക്കാം. സാറിന്റെ അനുഭവങ്ങളും ഇത് ഉപയോഗിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചോളൂ. എന്റെ പേര് ഇബ്രഹാം, തോമസ് എബ്രഹാം. എന്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലായിക്ക് അടുത്ത് നിരണം എന്ന് പറയും, അല്ലെ പരുമലയ്ക്ക് അടുത്ത്. ഞാൻ 2018-19 എനിക്ക് 18-19 കേരള സംസ്ഥാനത്തെ ഏറ്റവും നല്ല മട്ടുപ്പാവ് വർഷം 1ാം സ്ഥാനം എനിക്ക് ലഭിച്ചിരുന്നു. അത് മെയിനായിട്ടും എനിക്ക് തക്കാളി കൃഷിയുടെ ലഭിച്ചത്. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. കാര്യം 2018 ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ പ്രവാസിയായിട്ട് ശേഷം ഇവിടെ നാട്ടിൽ ജോയിൻ ചെയ്യുന്നു. നാട്ടിൽ വന്ന് 1 വർഷം ഒന്നും ചെയ്തില്ല. വന്നിട്ട് 15 ഒന്നും ചെയ്തില്ല. 15 ശേഷം 16 സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ കൃഷി. ആദ്യം മട്ടുപ്പാവ് കൃഷി തുടങ്ങി. കുറച്ച് തക്കാളിയൊക്കെ വെച്ചു. അമ്പേ പരാജയമായിരുന്നു. എനിക്കൊരു വാശി കയറിയ തക്കാളിയിൽ തന്നെ. ആ വാശി കയറിയിട്ട് ആ തക്കാളി കൃഷിയെ ശരിക്കും പഠിച്ചു. ആ തക്കാളിയിൽ തന്നെ അവാർഡ് വാങ്ങി. അതെനിക്ക് എനിക്ക് പറയാനുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ നേരിട്ട് ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അന്ന് എൻ്റെ ഏഷ്യാനെറ്റിന്റെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, അതൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. അത് 1/2 മണിക്കൂർ വീഡിയോ ആണ്. തക്കാളി മാല ഈ ബൾബിട്ട് നിൽക്കുന്ന പോലെ തക്കാളി നിൽക്കുന്ന അവർ തന്നെ അതിശയിച്ചു പോയി. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 20 അംഗ ടീമാണ് എൻ്റെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫുൾ ഡേ വന്നത്. അവർ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ഡേ ഇൻസ്ട്രക്ഷൻ ചെയ്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഓർഗാനിക് ആണെന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു. എങ്കിലും അവർക്ക് മനസ്സിലായി ഓർഗാനിക് തന്നെയാണെന്ന്. ഞാൻ അങ്ങനെ ഈ നെറ്റ്സർഫിന്റെ പ്രൊഡക്റ്റ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നതിൽ. അത് എൻ്റെ ഉപയോഗക്രമങ്ങൾ നമുക്ക് വേണമെങ്കിൽ പുറകെ പറഞ്ഞു തരാം. എല്ലാം കൂടെ പറയാൻ സമയമില്ല, കൂടെ 10 മിനിറ്റില്ല ഉള്ളൂ. പിന്നെ എനിക്ക് ഒരു വെച്ചൂർ പശുവുണ്ട്, കോഴി ഫാം ഉണ്ട്, താറാവ് കൃഷിയുണ്ട്, മുയൽ കൃഷിയുണ്ട്, കാടയുണ്ട്, കോഴി തന്നെ എല്ലാ സൈസ് കോഴിയുണ്ട്. കരിങ്കോഴി, നാടൻ കോഴി, അങ്ങനെ എല്ലാ സൈസ് കോഴി. പിന്നെ മുയലുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും എടുത്ത് പറയാം, നെറ്റ്സർഫിന്റെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അക്വാപോണിക്സ് 2 മീൻകുളമുണ്ട്. ഇപ്പോൾ അതിനകത്ത് 2 മീൻകുളത്തിൽ 1200 വരാലിനെ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഞാൻ ഒരു 2 കിലോ പിടിച്ചു. കാര്യം എനിക്ക് എൻ്റെ വരാൽ 3 മാസം കൊണ്ട് 1/2 കിലോ ആയി. എനിക്ക് തന്നെ അതിശയം തോന്നി. ഞാനത് അതിനകത്ത് നെറ്റ്സർഫിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അക്വാകൾച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ വിജയമാണെന്ന് ഞാൻ പറയുന്നത്.
സാധാരണ അവർ പറയുന്നത് 4 മാസം കൊണ്ട് അരക്കിലോ പറയുന്നത്, ഈ കമ്പനി പറയുന്നത്. എനിക്ക് 3 മാസം കൊണ്ട് അരക്കിലോ അടുത്ത് കിട്ടി, 450 കിട്ടി, അരക്കിലോ ഇല്ലെങ്കിലും. അതാ എന്റെ വിജയം. ഞാൻ 8 മാസം കൊണ്ട് 1 കിലോ ആക്കി നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നായിരിക്കും. ഇപ്പോൾ എന്റെ ഒരു 10,000 കിടപ്പുണ്ട് 2 കുളത്തിൽ ഇവിടെ, അക്വാപോണിക് സിസ്റ്റം 2ഉം. അതായത് മീനും പച്ചക്കറി ഒരുപാട് വളർത്തുന്ന സിസ്റ്റം, എനിക്കതാ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ ഞാൻ തന്നെ ഇരിക്കുന്നതാ. അത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവസരത്തിൽ ഇതുവഴി വരികയാണെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ മീൻ വളർത്തലോ, അതുപോലെ വെച്ചൂർ പശു ഉണ്ട്, എനിക്ക് കോഴി ഫാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് CFC+ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ ഒരു അതുകൊണ്ട് ഒരുമാതിരി ഇവിടെ എല്ലാം ഈ ഡെന്റൽ നിങ്ങൾ കാണിക്കാൻ ഡെന്റൽ പേസ്റ്റ്, ഇതും നെറ്റ്സർ പ്രൊഡക്റ്റാ. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. എന്റെ പല്ലിന് നല്ല വ്യത്യാസം കാണുന്നുണ്ട് ഇത് ഉപയോഗിച്ച ശേഷം. ഇത് ഹെർബൽ ഡെന്റൽ പേസ്റ്റ് എന്ന് പറയും. ആർക്കെങ്കിലും എല്ലാവരും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇത് എന്റെ കവർ ഞാൻ കണ്ടില്ല, കവർ എവിടെ മിസ്സായി. ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വർഷമായിട്ട്. നല്ല റിസൾട്ട് അതിന്. വില വളരെ തുച്ഛമാണ്. അതുപോലെ തന്നെ CFC+, ഞാൻ എന്റെ മുയല് ഒത്തിരി ഫംഗസ് വന്ന് ചാകുന്നുണ്ടായിരുന്നു. CFC+ ഉപയോഗിച്ച് ആ മുയലിന്റെ ഫംഗസ് എല്ലാം മാറി. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം 3 മാസമായുള്ള കാനഡയിൽ നിന്ന് വന്നിട്ട്, ഞാനൊരു 10 മാസത്തോളം കാനഡയിലല്ലേ മകളുടെ അടുത്തായിരുന്നു. ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് കോഴി, താറാവ്, പശു എല്ലാത്തിനെയും ഉപേക്ഷിച്ച് പശുവിനെ മാത്രം വേറൊരു ഫാമിൽ കൊണ്ട് കെട്ടി അതിനെ തിരിച്ചു കൊണ്ടുവന്നു. മറ്റെല്ലാം ഉപേക്ഷിച്ച് പോയതാ. ഇപ്പൊ 2-3 മാസമേ 2.5-3 മാസമേ നാട്ടിൽ തിരിച്ചു വന്നിട്ട്. ഇപ്പോൾ എല്ലാം തുടങ്ങി, എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. മീൻ വളർത്തല്, കോഴി ഫാമ്, വെച്ചൂർ പശു എല്ലാം. വെച്ചൂർ പശുവിന്റെ കടാവിനെ കൊണ്ടുവന്നു. മീൻ വളർത്തൽ തുടങ്ങി, മുയൽ കൃഷി തുടങ്ങി, എല്ലാം പഴയ പോലെ വീണ്ടും ആയിരിക്കുക. അടുത്ത ഓണത്തിലേക്കുള്ള ഒരു പച്ചക്കറി എന്ന ആശയം വെച്ചുകൊണ്ട് ഇപ്പൊ തുടങ്ങിയിരിക്കുക. അത് ഇന്ന് ഒരു വീഡിയോ കുറച്ച് ഫോട്ടോസ് നമ്മളെ ഗ്രൂപ്പിലുള്ള കിട്ടായിരുന്നു. 1 മുറം പച്ചക്കറി എന്ന് പറിച്ചത്, ഇറച്ചിക്കറി. അത് തന്നെ പറിക്കുമ്പോൾ എന്തോ സന്തോഷം അറിയോ. വഴുതനങ്ങ 1 കിലോ പറിച്ചു, വെണ്ടയ്ക്ക 1 കിലോ പറിച്ചു. വെണ്ടയ്ക്ക സാധാരണ വെണ്ടയ്ക്കല്ല, ചുമന്ന ആനക്കൊമ്പൻ വെണ്ട. പിന്നെ കോവയ്ക്ക 1 കിലോ പറിച്ചു, പച്ചമുളക് 1/2 കിലോ പറിച്ചു, പിന്നെ ഇത് നിത്യവഴുതന 1/2 കിലോ പറിച്ചു. അങ്ങനെ എല്ലാം ഒരുമാതിരി എല്ലാ പച്ചക്കറി ഇപ്പൊ ഉണ്ട്. തക്കാളി ഒഴിച്ചു പറ്റില്ല, തക്കാളി ആയി വരുന്നേ ഉള്ളൂ. എല്ലാം നമ്മുടെ നെറ്റ്സറിന്റെ പ്രൊഡക്റ്റ് NPK, ഷേത്ത്, പിന്നെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന രീതിയൊക്കെ പറയാൻ ഒത്തിരി സമയം എടുക്കും. ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ വളങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റിംറിച്ച് അടിച്ചു. ഞാൻ ഡയറി അതിന് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ കൃഷിക്ക് വേണ്ടി എവിടെല്ലാം എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതിലെല്ലാം ഞാൻ ഡയറി നോട്ട് ചെയ്യും. ഇന്ന ദിവസം ഞാൻ സ്റ്റിംറിച്ച് അടിച്ചുള്ള പ്രത്യേകം എഴുതി വെക്കും. അതുപോലെ തന്നെ NPK, ഷേത് എല്ലാം എന്നടിച്ചു എന്നുള്ള, എന്ന് അപ്ലൈ ചെയ്തു എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. 100% റിസൾട്ട് എനിക്ക് കിട്ടുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, CFC+ ഞാൻ ഉപയോഗിച്ചു, ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നു, പിന്നെ അങ്ങനെ പല ബ്യൂട്ടി കെയർ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. നമുക്ക് അറിയാത്ത ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. എല്ലാം നല്ല റിസൾട്ട് ആണെന്ന് എന്റെ അഭിപ്രായം. ഞാൻ ഉപയോഗിച്ച ഒരു കർഷകൻ എന്ന നിലയിലാണ് പറയുന്നത്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മീൻ വളർത്തലേ, അതും സംബന്ധമായ ആർക്കെങ്കിലും വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതും പറഞ്ഞു തരാം. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിരിക്കുന്ന വരാൽ കൃഷി, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അതിനെപ്പറ്റിയും നല്ല റിസൾട്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അവര് പറയുന്ന 4 മാസം കൊണ്ട് 1/2 കിലോ പറയുന്നത് എനിക്ക് 3.5 മാസം കൊണ്ട് 1/2 കിലോ കിട്ടി. എങ്ങനെ കിട്ടി? നമ്മുടെ ഈ പ്രൊഡക്റ്റും അതിനകത്ത് ഞാൻ ആഡ് ചെയ്തു. അക്വാ കൾച്ചർ ഞാൻ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കലും മീനെ ഫംഗസോ അങ്ങനെ അസുഖം ഉണ്ടാകത്തില്ല. പിന്നെ ഞാൻ എന്റെ അക്വാപോണിക് സിസ്റ്റത്തിൽ എന്റെ ഗ്രോബിൽ നട്ടിരിക്കുന്ന മൊത്തം ഇഞ്ചിയാണ്. ഇഞ്ചിയും മഞ്ഞളുമാണ്. അത് തന്നെ ഒരു നല്ല, അതിന് ചാടുന്ന വെള്ളത്തിന് നല്ലൊരു കെമിക്കലിന്റെ ഒരു സ്മെല്ലും നല്ല കിട്ടും. ഒരിക്കലും എന്റെ മീനിനെ ഫംഗസ് ഒരെണ്ണം പോലും ചേർത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളൂ, നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ പച്ചക്കറി കൃഷിയല്ല,
നെൽകൃഷിക്ക് ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ ലേറ്റ് ആയി പോയ നല്ല റിസൾട്ട് കിട്ടിയ ഒരുമാതിരി നല്ല റിസൾട്ട് കഴിഞ്ഞ പോലെ എനിക്ക് നെൽകൃഷി കിട്ടി. അവിടെ നല്ല വിഷയമായിരുന്നു. പിന്നെ വാഴ, തെങ്ങ്, കവുങ്ങ് ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപയോഗിക്കേണ്ട രീതി മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കലും രാസവളമായിട്ട് മിക്സ് ചെയ്യരുത്. ഇത് തന്നെ ഉപയോഗിക്കുക. പിന്നെ എന്റെ പറമ്പിലോട്ട് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല. അതുപോലെ മണ്ണിരയാണ്, മൊത്തം മണ്ണിര. ഒന്ന് സ്വല്പം എന്തേലും മണ്ണൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒട്ടനെ മുഴുവൻ മണ്ണിരയാണ്. ഞാൻ 7-8 വർഷമായിട്ട് ഞാൻ വേറൊരു കഥയുടെ പറയാം. അതായത് എന്റെ പുരയിടത്തിലെ എന്റെ കോഴിക്കോട് കോമ്പൗണ്ടിലും എല്ലാം കൂടെ എനിക്ക് ആ 25 സെന്റേ ഉള്ളൂ. ആ ഞാൻ പറയാം, 25 സെന്റിനകത്ത് കോഴി ഫാം, വെച്ചൂർ പശുവ്, ഒരു നല്ലൊരു ഹൈടെക് നഴ്സറി, ഇത് മുയൽ കൃഷി, എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഞാന് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് പറയാൻ, എന്റെ കുറെ തെങ്ങുകള് കോഴിയുടെ കോമ്പൗണ്ടിൽ നിൽപ്പുണ്ട്. കോഴി കമ്പോസ്റ്റ് അല്ല, കോഴി ഫാമിന്റെ അവിടെ നിൽപ്പുണ്ട്. ഒരു തേങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെട്ടിയത് തേങ്ങ 120 തേങ്ങ, റെക്കോർഡ് തേങ്ങ. ഞാൻ തെങ്ങിന് നെറ്റ്സപ്പിനോടൊക്കെ ഉപയോഗിച്ചില്ല. അത് കോഴി ഫാമിനകത്ത് നിൽക്കുന്ന തെങ്ങാണ്. എങ്കിലും 8-10-15 വർഷത്തോളമായി ഞാൻ രാസവളങ്ങൾ എന്റെ പുരയിടത്ത് കയറ്റിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ നെറ്റ്സർഫിന് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കോഴി നിൽക്കുന്ന ആ ഫാമിലെ തെങ്ങിന്റെ വിളവിന്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ആ 8-10 തെങ്ങേ ഉള്ളൂ. 350 തേങ്ങ വരെ കിട്ടിയ റെക്കോർഡ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എങ്ങനെ കിട്ടുന്നു? ഈ ഓർഗാനിക് ഫാമിംഗ് കൂടെ തന്നെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് കഴിവുള്ള ആൾക്കാരെ ഈ ഓർഗാനിക് നെറ്റ്സർഫ് വെള്ളം ഉപയോഗിക്കുകയും അതിന്റെ റിസൾട്ട് മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങുകയും ചെയ്താൽ നമുക്ക് വളരെ ലാഭമാണ്. കൃഷി വളരെ ലാഭമാക്കാം. സാറേ, സമയമുണ്ടോ ഇനി? ഓക്കെ സാർ, എന്തെങ്കിലും പറയാൻ ആർക്കെങ്കിലും സംശയങ്ങൾ? 8:40 ആയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഹൃദയത്തിൽ തട്ടിയുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് തന്നെ 8:43. അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലുള്ളതാണ് നമ്മൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക എന്ന ഒരൊറ്റ വഴി മാത്രമേ നമ്മുടെ മുന്നിലേക്കുള്ളൂ. അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് നിതീഷ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ ഇവിടെ ചാറ്റിൽ എൻ്റെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബന്ധപ്പെടാം. സാറേ, അതുപോലെ തന്നെ നമ്മളിപ്പോ സംസാരിച്ച സാറിന്റെ നമ്പർ ഒന്ന് ആഡ് ചെയ്യാൻ നല്ലതായിരിക്കും നമുക്ക്. അല്ലെങ്കിൽ ഗ്രൂപ്പിലുണ്ട് അദ്ദേഹം. തോമസ് സാർ ഒന്ന് നമ്പർ പറഞ്ഞേ. തോമസ് സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഈ നമ്പറിനെ കുറിച്ചിട്ട് ആവശ്യമുള്ളവർക്ക് 956 അതെ. എന്റെ നമ്പർ 8547666622. ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ടൂത്ത് പേസ്റ്റിന് നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. ഞാൻ എന്റെ ഫാമിലി മൊത്തം ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റാണ്. സാറിപ്പോ പറഞ്ഞതുപോലെ തന്നെ സാറിപ്പോ നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പനിയെ ഞാനത് കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏകദേശം 90-ലധികം ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിക്കുണ്ട്. അപ്പൊ അത് നല്ല റിസൾട്ട് കിട്ടി. പറഞ്ഞില്ല, മുയലിന് ഫംഗസിന്റെ അസുഖം പെട്ടെന്ന് മാറി.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം, ഞാനിപ്പോ ഇന്ന് രാവിലെ ഗ്രീൻ ടീ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രിയൻസ് കുട്ടികൾക്കും പിന്നെ നമ്മുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള പ്രത്യേക രീതിയിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ജോയിന്റ് കെയറിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമുണ്ട്, ജോയിന്റ് കെയർ. ജോയിന്റ് കെയർ എന്ന് പറഞ്ഞാൽ മുട്ടുവേദനയ്ക്കുള്ള നമ്മുടെ ജോസ് സാർ ആണ്, ജോസ് എന്ന് പറഞ്ഞൊരു പേരാണ്. നമ്മുടെ ജോസ് സാർ ആണോ ഇരിട്ടിയിലുള്ള? ജോസ് സാർ നമസ്കാരം. അല്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ജോസ് സാർ ആണെങ്കിൽ ഇരിട്ടിയിലുള്ള ഒരു ജോസ് സാർ, നമ്മളെ ഒരു 16 ഏക്കർ നമ്മൾ ആദ്യം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ, നമ്മളെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ. അപ്പൊ അത് പിന്നെ അതേ ഒരു 500-ലധികം കസ്റ്റമറിന് നമ്മുടെ മുട്ടുവേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ട് വളരെ എഫക്റ്റീവ് ആണ് അത്. നമുക്ക് ഈ മുട്ടുവേദന, ടെന്നീസ് എൽബോ, ജോയിന്റ് പെയിന് തുടങ്ങിയവയൊക്കെ വളരെ പ്രധാനം. ജോയിന്റ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഉൽപ്പന്നമുണ്ട്. തുടങ്ങി നമുക്ക് ഏകദേശം ഒരു 90-ലധികം ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്കുണ്ട്. അതിൽ ബ്യൂട്ടി കെയർ പ്രോഡക്ട്സ് ഉണ്ട്, നമ്മുടെ പേഴ്സണൽ കെയർ ഉണ്ട്, പിന്നെ ഹോം കെയർ പ്രൊഡക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറാമോർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാർഷിക മേഖലയിലേക്ക് നമ്മൾ പറഞ്ഞത്, അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് വരും. ഇന്ന് കർഷകരാണല്ലോ ഇന്ന് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് പല വിളകൾക്കും. അതിനെയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 3 മിനിറ്റ് സമയം, 8:50 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനി ഹലോ ആർക്ക് സംശയം? ഓക്കെ, റോബിൻ സാർ പറയൂ. സാറേ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞോളൂ, എവിടുന്ന സ്ഥലം എങ്ങനെയാണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്റെ സ്ഥലം ഇടുക്കിയിലാണ്. റോബിൻ എന്നാണ് പേര്. ഞാനൊരു കൃഷിക്കാരനാണ്. അപ്പൊ ഇതിലെ ഈ ഷേത്ത് എന്ന് പറഞ്ഞ ഉൽപ്പന്നം അങ്ങനെ ഓരോ ഓരോ ഉൽപ്പന്നങ്ങൾ മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമോ? ഓരോ ഉൽപ്പന്നങ്ങളായിട്ട് മാത്രം കിട്ടും. പക്ഷെ രാസവളം നിങ്ങൾ ഇപ്പൊ NPK എന്ന് പറയുന്ന ഒരു സംഭവം രാസവളം കൊടുത്ത് നമ്മുടെ ഷേത്ത് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അല്ല, വേറെ രാസവളം ചെയ്യുന്നില്ലാത്ത സ്ഥലത്താണെങ്കിലേ അല്ല, അതാ പറഞ്ഞത്, മാത്രമായിട്ട് സസ്യത്തിന് വാങ്ങാൻ കിട്ടുമല്ലോ. വളപ്രയോഗമോ അല്ലെങ്കിൽ സൂക്ഷ്മമൂലകങ്ങളോ മാത്രം പോരല്ലോ. അതിന് ഗ്രോത്ത് പ്രൊമോഷൻ വേണം, അതിന് പ്രധാന മൂലകങ്ങൾ NPK വേണം. അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും കൊടുക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ ഷേത്ത് മാത്രം ഉപയോഗിച്ചതിനെ കൊണ്ട് റിസൾട്ട് ഉണ്ടാവുക എന്ന് എനിക്ക് ഇവിടെ പറയാൻ വേണ്ടി സാധിക്കില്ല സർ. നമ്മുടെ ഉൽപ്പന്നങ്ങൾ 5 അത് കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ സാറിന് റിസൾട്ട് 100% ഉണ്ടാവും. അതെ, ഇപ്പൊ വാങ്ങാനായിട്ടേ ഒരുമിച്ച് വാങ്ങാനുള്ള പൈസ കുറവ് കൊണ്ട് അങ്ങനെ ചോദിച്ചാ. ആദ്യം ഒന്ന് കിട്ടുമോ ഇല്ലോ അങ്ങനെ. അല്ല, അത് ഷേത്ത് കിട്ടുന്നതിനെ കൊണ്ട് മാത്രം കുഴപ്പമില്ല സാർ. പക്ഷെ അതില് സാറിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് അതിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് സാർ ഇപ്പൊ ഈ പ്രൊഡക്റ്റ് എടുത്തു, ഇത് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു, സാർ ഇത് ഉപയോഗിച്ചു, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ റിസൾട്ട് വരുന്നില്ല, സാർ ഈ പ്രൊഡക്റ്റ് മോശമാണെന്നല്ലേ പറയുള്ളൂ. രാസവളം ഉപയോഗിക്കാത്ത സ്ഥലത്തെ പരീക്ഷിക്കാനായിട്ടാണെങ്കിലും ഉപയോഗിച്ച് നോക്കാലോ. അല്ല, മറ്റു വളങ്ങൾ വേറെ ഒന്നും കൊടുക്കാറില്ല ഇവിടെ. രാസവളം ഒട്ടും കൊടുക്കാത്ത സ്ഥലം ഉണ്ടെങ്കിൽ. രാസവളമല്ല, മറ്റു വളങ്ങളാണ് ചോദിച്ചത്. ഇല്ല, വേറെ വളങ്ങൾ കൊടുക്കാതെ പുതിയ അല്ല, പുതിയ അതാ സ്ഥലം പറഞ്ഞത്, തെളിച്ച് നമ്മുടെ പണിയുന്ന ഷേത്ത് മാത്രം കൊടുത്തത് കൊണ്ട് സസ്യത്തിന് വളർച്ച കിട്ടണമെങ്കിൽ മൂലകങ്ങൾ വേണ്ടേ സർ? വേണോ? അത് ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പൊ പൈസ കുറവ് കാരണം ഞാൻ ഇത് കിട്ടുമോ ഇല്ലെന്നൊന്ന് ചോദിച്ചെന്നുള്ളൂ സാറേ. കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിത് ഇവിടെ പറയുന്നത്, സാറിന് ഇപ്പൊ ഒരു ഷേത്ത് ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് ബിസിനസ് വരുമായിരിക്കാം. പക്ഷെ ആ ഒരു ഷേത്ത് കൊണ്ടല്ലല്ലോ നമുക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ അതിലല്ലോ സാറിന് ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതെ. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാർ ഈ 5 കൂടെ ഒന്നും ഒരുമിച്ച് ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ അതിനുള്ള ഗുണങ്ങൾ ലഭിക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മൾ ഈ വെറുതെ ശാസ്ത്രീയമല്ലാണ്ട് വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചോദിച്ചത് സാറേ, എന്റെ സംശയം എങ്ങനെ ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഈ ഫംഗിസൈഡ് അത് ആണെങ്കിലും കുഴപ്പമില്ല. പ്രൊഡക്റ്റ് നമുക്ക് ഏത് പ്രൊഡക്റ്റും നമുക്ക് തരാം, നോ പ്രോബ്ലം. പക്ഷെ ഏലത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏലത്തിന് ആദ്യം ഉപയോഗിക്കുമ്പോൾ ഫംഗിസൈഡ് നമ്മുടെ റാപ്പപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. റാപ്പപ്പ് ഉപയോഗിച്ച് ഫംഗൽ മുക്തമാക്കിയതിന് ശേഷം 15 ദിവസത്തിന് ശേഷം NPKയും ഷേത്തും സോയിൽ ആപ്ലിക്കേഷൻ പ്ലസ് സ്റ്റിംറിച്ച് സ്പ്രേയുമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫംഗിസൈഡ് ആണെങ്കിലും അങ്ങനെ ആദ്യം ഉപയോഗിക്കാനായിട്ട് അത് മാത്രമായിട്ടാണെങ്കിലും കിട്ടും അത് അല്ലേ? മാത്രം തരാം, അതൊന്നും നോ പ്രോബ്ലം. അത് മാത്രം തരാം. 15 ദിവസത്തിന് ശേഷം നമ്മുടെ വളപ്രയോഗം കൂടെ ആഡ് ചെയ്യണം അതിലേക്ക്. അപ്പൊ ഈ ഫംഗിസൈഡ് അത് എന്നാ വില എന്ന് പറയാവോ സാറേ? ഫംഗിസൈഡിന് 1500 രൂപ ഒരു ബോട്ടിലിന്. അതിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, അത് എടുക്കുന്നതനുസരിച്ച് നമുക്ക് 25% ഡിസ്കൗണ്ട് പ്ലസ് കൊറിയർ ചാർജ് ഉണ്ടാവും. അത് അതെ, കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ട് സാറിന് എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് പറഞ്ഞുതരാം. വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 5 ml വേണം അല്ലേ? അത് 1 ലിറ്റർ 5 ml. 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ 200 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. ആയിക്കോട്ടെ സാറേ, എന്നാ ഞാൻ വിളിച്ചോളാം. നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ?
ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ ഒന്ന് ഓക്കെ സാറിനെ വിളിച്ചായിരുന്നു ഒരാഴ്ച മുമ്പ്. വിളിച്ചോളാം ഇനി. ഓക്കെ 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 താങ്ക് യു. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. നമുക്ക് വീണ്ടും ബുധനാഴ്ച നമ്മുടെ മീറ്റിംഗിലേക്ക് കടക്കാം. നാളെ തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ മീറ്റിംഗ് ഉണ്ട് നാളെ. നാളെ ഉച്ചയ്ക്ക് ശേഷം കണിമംഗലത്താണ് അതിന്റെ മീറ്റിംഗ്. ആർക്കെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ആൾക്കാർക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അവിടെ 100 ഏക്കർ നെൽകൃഷിയിലേക്കാണ് നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ തവണ 3 ഏക്കർ ഉപയോഗിച്ച് ഇത്തവണ 100 ഏക്കറിലേക്ക് വ്യാപിക്കുകയാണ്. കാരണം അതിന്റെ റിസൾട്ട് ഗുണങ്ങൾ ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഇത് സംവദിച്ച ഇതിൽ കേട്ട എല്ലാവർക്കും നന്ദിയും കടപ്പാടും, തോമസ് സാറിനോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം രേഖപ്പെടുത്തുന്നു. കാരണം ഞാൻ കാർഷിക മേഖലയിൽ ഒന്ന് സംവദിക്കണമെന്ന് മാത്രമാണ്, പക്ഷേ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ഗുണം കിട്ടിയ ഉൽപ്പന്നങ്ങളെ മറ്റ് കർഷകരിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത. ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒരു അപേക്ഷ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്താം. നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർ. ഇനി ബുധനാഴ്ച നമുക്ക് കാണാം. താങ്ക് യു.